എല്ലാം നഷ്ടപ്പെട്ടവർ എന്നല്ല, നേടാൻ പോകുന്നവരാണ് നമ്മൾ എന്നുള്ളൊരു വിശ്വാസത്തിലായിരിക്കണം നമ്മൾ മുമ്പോട്ട് പോകും. നഷ്ടപ്പെട്ടവർ എന്നല്ല. നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ നേടും, ഞങ്ങൾ നേടിയേ മതിയാകൂ, എന്നാലേ ഞങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു ജനതയായിട്ട് നമ്മൾ മാറും. നേട്ടങ്ങളുടെ കണക്കെഴുതുമ്പോൾ MD വാസുദേവൻ നായർ എന്ന മലയാളികളുടെ MD ബാക്കിയാക്കുന്നത് അതിരില്ലാത്ത കഥാസാഗരമാണ്. വീണ്ടും നമ്മൾ എവിടേക്കൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ കഴിഞ്ഞ ഇത്രയും കാലത്തിനിടയിൽ നമ്മൾ എന്തൊക്കെ നേടി, നമുക്ക് എന്തൊക്കെ നേടാനുണ്ട്, ഇതൊക്കെ ആലോചിക്കേണ്ട ഒരു ഘട്ടമാണത്. എഴുത്തിൽ വിശപ്പും പ്രണയവും ഏകാന്തതയും മനോവ്യതയും ബന്ധങ്ങളും നാലുകെട്ടുകളിലെ ഇരുട്ടും വെളിച്ചവും വള്ളുവനാടൻ ഗ്രാമങ്ങളും അനുവാചകർക്കായി ആത്മാവിലെന്ന പോലെ MD കുറിച്ചിട്ടു. കൊടുങ്കാറ്റുകളെ ചങ്ങലക്കിട്ട് നടക്കുന്ന ദേവ, ഇവിടെ ഞാനുണ്ട്, അവിടുത്തെ മകനായ 5 വയസ്സുള്ള ഒരുണ്ണി എന്ന് രണ്ടാമൂഴത്തിൽ MD എഴുതുമ്പോൾ അത്രയും ആർദ്രമായി ഭീമനെക്കുറിച്ച് എഴുതാൻ ആ തൂലിയയ്ക്ക് കണ്ണീർ നൽകിയത് എന്താവാം? കാരൂർ, തകഴി, ഒറ്റക്കാട്ട്, വൈക്കം മുഹമ്മദ് ബഷീർ ഇവരൊക്കെ എഴുതിയിട്ടുള്ള എത്ര കഥകളിൽ വിഷയം വിശപ്പാണ്, അടുത്ത നേരത്തെ ആഹാരമാണ്. അങ്ങനത്തെ അനേകം കഥകൾ സ്വാൻ പഠിപ്പിക്കുന്ന തൻ്റെ ക്ലാസ്സിലെ കുട്ടി പൊതിഞ്ഞുകൊണ്ടുള്ള പൊതിച്ചോറ് അവനറിയാതെ വിശന്നിപ്പ് സഹിക്കുകയ്യാതെ അധ്യാപകനെടുത്ത് കഴിക്കുന്നു. എതിരെയുള്ള മനുഷ്യൻ്റെ ഹൃദയം കാണാൻ, മനസ്സിൻ്റെ മറുപുറം കാണാൻ MD എന്നും ശ്രമിച്ചിരുന്നു. എന്നും കർക്കശക്കാരൻ്റെ മുഖമുണ്ടായിരുന്ന MD എഴുത്തിൽ പ്രണയാതുരനായി. വിരഹവും കണ്ണീരും അദ്ദേഹത്തിൻ്റെ എഴുത്തിലും സിനിമയിലും ഒഴുകിപ്പരന്നു. എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, കാരണമൊന്നുമില്ല, വഴിയിൽ തടഞ്ഞു നിർത്തില്ല, പ്രേമലേഖനം എഴുതില്ല, ഒന്നും ചെയ്യില്ല, ഒരു ബന്ധവും സങ്കല്പിക്കാതെ വെറുതെ എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. MDയുടെ എഴുത്തിൽ എന്നുമെന്നും ഒരു ഗ്രാമമുണ്ടായിരുന്നു. കൂടല്ലൂരും വന്നേരിയും ആ എഴുത്തിലൂടെ ഓരോ മലയാളിയുടേതുമായി. MDയുടെ വാക്കിൻ്റെ കൈപിടിച്ച് നമ്മളും ആ നാട്ടുവഴികളിലൂടെ നടന്നു. തൻ്റെ വേരുകളിലുറച്ചാണ് അദ്ദേഹം പടർന്നത്. നമ്മുടെ ജനങ്ങൾ, നമ്മുടെ സമൂഹം, നമ്മുടെ ചുറ്റുവട്ടം, ഇവരുടെ ജീവിതം ഉയരുന്നുണ്ടോ? ഇവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടോ? അതായിരിക്കണം ഭരണപക്ഷത്ത് നിന്നും പ്രതിപക്ഷത്തു നിന്നും എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം. കാലത്തെ മുറിവേൽപ്പിക്കാതെ അനേകം കഥകൾ ബാക്കിയാക്കി ഒരു ക്രിസ്മസ് രാത്രിയിൽ MD വിട പറയുന്നു. കുന്നുകൾ ഇല്ലാതാകുന്നു, പാറക്കെട്ടുകൾ ഇല്ലാതാകുന്നു. അപ്പോൾ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് അത് നമ്മൾ ഇനിയും ഒരു പ്രധാന അജണ്ടയായിട്ട് എടുക്കണം. രമണീയമായൊരു കാലം സമ്മാനിച്ച് കടൽ പോലെ കഥ പറഞ്ഞ ഒരു കൂടല്ലൂരുകാരൻ വാനപ്രസ്ഥത്തിന് പുറപ്പെട്ടു. വാക്കുകളുടെ മറുകര തേടാൻ വാസു ഇനി വരില്ല. ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണ്, കാരണമൊന്നുമില്ല. അനുവദിച്ചു തന്നു കാലം. അതിന് കാലത്തിനോട്, പ്രകൃതിയോട്, ജഗന്നിയന്താവിനോട് ഒക്കെ നമുക്ക് നന്ദി പറയാം. അത്രയേ ഉള്ളൂ.